റോഡ് സുരക്ഷാ സംരംഭങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി കോതമംഗലത്ത് ഡ്രൈവേഴ്സ് ഡേ ആചരിച്ചു. ASRTU, SBI കോതമംഗലം ബ്രാഞ്ച് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടികൾ. വാക്കുകളില്ലാതെ വഴിയൊരുക്കുന്നവർ, യാത്രികരുടെ മനസ്സറിയുന്നവർ എന്ന സന്ദേശത്തോടെ സംഘടിപ്പിച്ച പരിപാടികൾ കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ KSRTCയിലെ ഡ്രൈവേഴ്സിന് അവർക്കൊരു പ്രോത്സാഹനം എന്ന നിലയിലാണ് KSRTC മാനേജ്മെന്റ് ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ മികച്ച നിലയിൽ സേവനം നടത്തുന്ന ആളുകളെയാണ് 3 പേരെയാണ് ഇവിടെ തെരഞ്ഞെടുക്കുന്നത്. പ്രിയപ്പെട്ട ശ്രീ അനിൽ CA, ശ്രീ അരുൺ KK, ശ്രീ സിജോ മാത്യു. ഇവർ വളരെ മെച്ചപ്പെട്ട നിലയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ളത് അത് കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് അവരുടെ ഓരോ ഇടപെടലുകളും കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് KSRTC മാനേജ്മെന്റ് ഇവർ 3 പേരെയും ഈ നേട്ടത്തിന് അർഹരാക്കിയിട്ടുള്ളത്. ഇവർ മാത്രമല്ല, ഈ പുരസ്കാരം കിട്ടാത്തവരും നല്ല നിലയിൽ തന്നെയാണ്. എല്ലാവർക്കും പുരസ്കാരം കിട്ടില്ല എന്ന് നമുക്കറിയാം. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു അധ്യക്ഷയായി. KSRTC കോതമംഗലം യൂണിറ്റിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഡ്രൈവർമാരായ അനിൽ CA, അരുൺ KK, സിജോ മാത്യു എന്നിവർക്ക് മെമന്റോ നൽകി. സർവീസ് കാലയളവിലെ അപകടരഹിത ഡ്രൈവിംഗ്, നാളിതുവരെ ഗുരുതരമായ അച്ചടക്ക നടപടികൾ നേരിടാത്തവർ, യാത്രക്കാരിൽ നിന്നും യാതൊരുവിധ പരാതികളും ഉണ്ടാക്കാത്തവർ, കൃത്യമായി ജോലിക്ക് ഹാജരാകുന്നവർ, ഡീസൽ സേവിങ്സ് എന്നീ മാനദണ്ഡങ്ങൾ നോക്കിയാണ് മികച്ച ഡ്രൈവർമാരെ തിരഞ്ഞെടുത്തത്. കൂടാതെ കോതമംഗലം യൂണിറ്റിൽ കണ്ടക്ടർ വിഭാഗത്തിൽ യാത്രക്കാരോട് നല്ല രീതിയിൽ പെരുമാറിയ അനസ് കരീമിനെ ആദരിച്ചു. കോർപ്പറേഷന്റെ പ്രശംസാപത്രം ജീവനക്കാർക്ക് കോതമംഗലം മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി, പ്രതിപക്ഷ നേതാവ് CPS ബാലൻ, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് എന്നിവർ നൽകി. ബേബി പൗലോസ്, കോതമംഗലം KSRTC അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ J നിജാമുദ്ദീൻ, ജനറൽ CI അനസ് ഇബ്രാഹിം, അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ ജോൺസൺ ജോസഫ് എന്നിവർ പങ്കെടുത്തു. വളരെ സന്തോഷമുണ്ട് ഈ ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടിയിൽ. ഏതായാലും സംസ്ഥാന സർക്കാർ നല്ല രീതിയിൽ സേവനം ചെയ്യുന്ന നല്ല ഡ്രൈവേഴ്സിന് ഒരു അനുമോദനം കൊടുക്കണം എന്നുള്ള തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് നമ്മളുടെ യോഗം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറയുന്നത്. ഒരു ഡ്രൈവറെ സംബന്ധിച്ചോളം ആ വാഹനത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്ന സുരക്ഷാ ഉത്തരവാദിത്തം നിറഞ്ഞ ആ ഡ്രൈവറുടെ കയ്യിലാണ്. നമുക്കറിയാം, നമ്മളൊരു വാഹനത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് കയറും. എന്നാലും നമ്മൾ തുടങ്ങുന്നത് അവിടെ നിന്ന് നല്ല രീതിയിൽ തന്നെ യാതൊരുവിധ അപകടങ്ങളോ കാര്യങ്ങളോ കൂടാണ്ട് നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചേരണമെന്നുള്ള. Media 60 News, കോതമംഗലം.